അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, 2023 മാർച്ച് മാസം നടന്ന 1ാം ക്ലാസ്സിലെ അറബിക് വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഹയ്യാനുലവ്വിനു, നമുക്ക് കളർ കൊടുക്കാം, നിറം കൊടുക്കാം. അലാനും കൂട്ടരും ക്ലാസ് ടീച്ചറുടെ കൂടെ തൃശ്ശൂരിലേക്ക് പഠനയാത്ര പുറപ്പെട്ടു. മൃഗശാലയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ കണ്ടു. അലാനെ ആകർഷിച്ച പൂക്കൾക്ക് നമുക്ക് നിറം കൊടുക്കാം. നോക്കൂ, ഏത് പൂവാണ് അവിടെ ഉള്ളത് ചിത്രത്തിൽ? അതെ, ഖുബീസയാണല്ലേ. ഖുബീസയുടെ നിറം ഏതാണ്? ഖുബീസ അഹ്മറുൻ. അപ്പോൾ നമ്മൾ ഖുബീസയ്ക്ക് ഏത് നിറം കൊടുക്കണം? അഹ്മർ കളർ കൊടുക്കണം, അഹ്മർ നിറം കൊടുക്കണം. അതുപോലെ ഇലകൾക്ക് ഏത് നിറമാണ് കൊടുക്കുക? അഹ്ലറാണ് കൊടുക്കുക. അങ്ങനെ നിറം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമ്മൾ എഴുതണം. എന്താ എഴുതേണ്ടത്? ഹാദിഹി ഖുബീസ ജമീല. എന്താ എഴുതണം? ഹാദിഹി ഖുബീസ ജമീല. നമുക്ക് എഴുതാൻ അറിയുമല്ലോ, നമുക്കൊന്ന് എഴുതി നോക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മൃഗശാലയിൽ പ്രവേശിച്ച അലാനും കൂട്ടുകാർക്കും വലിയ സന്തോഷമായി. അവർ കണ്ട കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൃഗശാലയിൽ അവർ കണ്ട അവരുടെ കൂട്ടുകാരാണ് ചിത്രത്തിലുള്ളത്. പക്ഷേ അവരുടെ ഒന്നും പേരുകൾ പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ല. ഓരോ അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ടല്ലേ? ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അതെ, നമുക്ക് ആ പേരുകളിലെ വിട്ടുപോയ അക്ഷരങ്ങൾ അവിടെ എഴുതി ചേർക്കാം. ഒന്നാമത്തെ ചിത്രം നോക്കൂ. ആരാണത്? പീലി വിടർത്തി നിൽക്കുന്നത് ആരാണ്? അതെ, ആരാണ്? ത്വാഊസാണ്. അതിന് താഴെ നോക്കൂ. ഹാദാ, ഏതക്ഷരമാണ് അവിടെ ഇല്ലാത്തത്? ത്വാ ഇല്ല അല്ലേ? നമ്മൾ അതവിടെ എഴുതി കൊടുക്കാം. ത്വാഊസുൻ. ഹാദാ ത്വാഊസുൻ. ഇനി നോക്കൂ, അടുത്തത് ആരാണ്? അതെ, കിർദാണ്. ആര്? കിർദുൻ. കിർദിനും ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ടല്ലേ? ഖാഫ് വിട്ടുപോയിട്ടുണ്ട്. നമ്മളത് എഴുതാം. ഹാദാ കിർദുൻ. അടുത്തതാരാ? ഫീലാണല്ലേ? ഫീലാണ്. ഹാദാ ഫീലുൻ. ആനയാണ്. അവിടെയും വിട്ടുപോയ അക്ഷരം നമ്മൾ എഴുതി കൊടുക്കുകയാണ്. ഫാ. ഹാദാ ഫീലുൻ. അടുത്തതാരാണ്? അതെ, ബബ്ഗ ആണല്ലേ. ബബ്ഗായിൻ്റെയും ആദ്യത്തെ അക്ഷരം പോയിട്ടുണ്ട്. ഏതക്ഷരമാണ്? ബ. അപ്പോൾ ഹാദാ ബബ്ഗാഉൻ. അടുത്തതാരാ? ദീബാണ്, ചെന്നായയാണല്ലേ. ദീബിൻ്റെയും ആദ്യത്തെ അക്ഷരം നമ്മൾ എഴുതി കൊടുക്കണം. ഹാദാ ദിഅബുൻ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിൽ അവർ തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുന്ന ജവാദിനെ കണ്ടുമുട്ടി. അലാനും ജവാദും തമ്മിൽ വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പോൾ അലാൻ ജവാദിനെയാണ് വഴിയിൽ വെച്ച് അവിടെ വെച്ച് കണ്ടുമുട്ടിയത്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അവർ സംസാരിച്ചിട്ടുണ്ടല്ലേ. ആ സംസാരിച്ചതിൽ ചിലതൊക്കെ അവിടെ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. നോക്കൂ, അലാൻ ആദ്യം തന്നെ എന്താണ് പറഞ്ഞത്? അതെ, സ്വബാഹുൽ ഖൈർ. സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് നമുക്കറിയില്ലേ? ക്ലാസ്സിലേക്ക് ടീച്ചർ വരുമ്പോൾ പറയാറില്ലേ സ്വബാഹുൽ ഖൈർ എന്ന്? നിങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ച് മറുപടി പറയാറില്ലേ? എന്താ പറയാറ്? അതെ, സ്വബാഹുന്നൂർ. എന്ത് പറയണം? സ്വബാഹുന്നൂർ. അതാണ് അവിടെ എഴുതി ചേർക്കാനുള്ളത്. ജവാദിൻ്റെ മറുപടി സ്വബാഹുന്നൂർ എന്നാണ്. ഇനി എഴുതാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബോക്സ് കണ്ടോ? ആ ബോക്സിൽ സ്വബാഹുന്നൂർ എന്ന് എഴുതിയിട്ടുണ്ട്. ഏതാണ് അതിൽ സ്വബാഹുന്നൂർ? രണ്ടാമത്തേതാണല്ലേ സ്വബാഹുന്നൂർ. അത് നോക്കി
അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി അലാൻ എന്താ ചോദിച്ചത്? കൈഫൽ ഹാൽ. എന്താ ചോദിച്ചത്? കൈഫൽ ഹാൽ, സുഖമാണോ? അപ്പോൾ ജവാദ് പറഞ്ഞു സൈൻ അൽഹംദുലില്ലാ എന്നാണ് മറുപടി പറഞ്ഞത്. വീണ്ടും അലാൻ ചോദിച്ചു മത്താ ജിഇത്ത, നീ എപ്പോഴാണ് വന്നത്? ജവാദ് മറുപടി പറഞ്ഞു സ്വബാഹൻ, രാവിലെ വന്നു. അവർ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയാണല്ലേ. അപ്പോൾ അലാൻ എന്താണ് പറഞ്ഞത്? അതെ, മഅസ്സലാമ, മഅസ്സലാമ എന്ന് പറഞ്ഞ് അലാൻ അവിടുന്ന് പോവുകയാണ്. മഅസ്സലാമ എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ജവാദിൻ്റെ മറുപടി എന്താ? ഇലല്ലിക്കാ. എന്ത് മറുപടി പറയണം? ഇലല്ലിക്കാ. അതും അവിടെ ഉണ്ടല്ലേ, അത് നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി, ഇലല്ലിക്കാ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ജവാദിനോട് യാത്ര പറഞ്ഞ് പോകാനൊരുങ്ങിയപ്പോൾ ഒരു മയിൽ പീലി വിടർത്തി പാട്ടുപാടി നൃത്തം ചെയ്യുന്നത് കണ്ടു. ജവാദും കൂട്ടുകാരും മയിലിൻ്റെ ചുവടിനൊപ്പം പാട്ടുപാടി. അപ്പോൾ മയിൽ പാടിയ പാട്ടാണ് ഇവിടെ കാണുന്നത്. യാ അഹ്ബാബി യാ അഹ്ബാബി അന താഊസുൻ അന ഡാഷ് അല്ലേ. അവിടെ നമ്മൾ നോക്കൂ, യാ അഹ്ബാബി യാ അഹ്ബാബി അന താഊസുൻ, ഞാൻ താഊസാണ്. എന്തായിരിക്കും അടുത്ത വരി? അതെ, അന താഊസുന്ന് തന്നെയാണല്ലേ. അന താഊസുന്ന് ഒന്നും കൂടി അവിടെ എഴുതി കൊടുക്കാം. അടുത്ത വരി നോക്കൂ, യാ താഊസി യാ താഊസി അൻത ജമീലുൻ. അൻത എന്തായിരിക്കും അവിടെ വേണ്ടത്? ജമീലെന്ന് തന്നെയാണല്ലേ. നമുക്ക് എഴുതാനുള്ളത് അവിടെ മയിൽ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, താഊസിൻ്റെ കയ്യിലുണ്ട്. അത് നോക്കി ഇങ്ങോട്ട് എഴുതാനേ ഉള്ളൂ. അപ്പോൾ യാ അഹ്ബാബി യാ അഹ്ബാബി അന താഊസുൻ അന താഊസുൻ യാ താഊസി യാ താഊസി അൻത ജമീലുൻ അൻത ജമീലുൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. രസകരമായ പഠനയാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ അവർ കണ്ട ജീവികളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവർ കണ്ട ജീവികളാണ് ഈ ചിത്രത്തിലുള്ളത്. നോക്കൂ, ആദ്യത്തേത് ആരാണ്? അതെ, മാനാണല്ലേ, ലൊബിയാണ്. രണ്ടാമത്തതോ ബബുക ആണ്. മൂന്നാമത്തത് അതെ അസദാണല്ലേ, സിംഹമാണ്. നാലാമത്തത് ആരാ? ഫീലുൻ, ആന. അടുത്തത് കിർദുൻ. ഇനി നോക്കൂ, ഈ ചിത്രത്തിൽ എത്ര എണ്ണമാണുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തെ ചിത്രം നോക്കൂ, മാന്, ലൊബി. എത്ര ലൊബി ഉണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ, തിസ, അഷറ. എത്രയുണ്ട്? അഷറ, 10 എണ്ണം ഉണ്ടല്ലേ. അതിന് നേരെ അതിൻ്റെ എണ്ണം എഴുതിയത് കണ്ടോ? അഷറ. അക്കത്തിലും എഴുതിയിട്ടുണ്ട്, അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇനി ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ എണ്ണി അവിടെ എഴുതി കൊടുക്കണം. നമുക്ക് എണ്ണാമല്ലേ. ആദ്യം ആരാ? ബബുക ഉണ്ട്. ബബുക, എത്ര ബബുക ഉണ്ട്? ഒന്ന് എണ്ണിയേ. വാഹിദ്, ഇസ്നാനി. വാഹിദ്, ഇസ്നാനി. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണല്ലേ. ഇസ്നാനി, ഇസ്നാനി എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ആദ്യം അക്ഷരത്തിൽ എഴുതണം. നോക്കൂ, മുകളിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നോക്കി താഴോട്ട് എഴുതിയാൽ മതി. ഇസ്നാനി, ഇസ്നാനി എന്ന് എഴുതിയത് കണ്ട മുകളിൽ, അത് നോക്കി താഴോട്ട് എഴുതാം. ഇനി നമുക്കത് അക്കത്തിലൊന്ന് എഴുതി നോക്കാം. അക്കത്തിൽ എഴുതിയ ഏതാ? ഇസ്നാനി എന്നുള്ളത് ഏതാണ്? അതെ, അതാണല്ലേ. അത് നോക്കി താഴോട്ട് എഴുതി. ഇനി അടുത്ത സിംഹമാണ്. സിംഹത്തെ എണ്ണി നോക്കാമോ നമുക്ക്? വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ. ഖംസ എന്ന അക്കത്തിൽ അവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ അക്ഷരത്തിൽ എഴുതിയാൽ മതി. മുകളിൽ പോകാം. അവിടെ ഏതാ ഖംസ എന്ന് എഴുതിയത്? അത് നോക്കി താഴോട്ട് എഴുതാം. അടുത്തത് ഫീല്. എത്ര ഫീലുണ്ട്? വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ. എത്രയുണ്ട്? സമാനിയ, 8 എണ്ണം ഉണ്ടല്ലേ.
സമാനി എന്ന് അക്കത്തിൽ നമുക്ക് എഴുതി കൊടുക്കണ്ടേ? എവിടെ? മുകളിൽ നോക്കൂ, ഏതാണ് സമാനിയ എന്നത്? ഇതാണല്ലേ. അതവിടെ എഴുതി കൊടുക്കാം. അടുത്തത് കിർദാണ്. എത്ര കിർദുകളുണ്ട്? വാഹിദ്, ഇസ്നാനി, സലാസ, അർബ. 4 അപ്പോൾ നമ്മളവിടെ അർബ എന്ന് എഴുതി കൊടുക്കാം. മുകളിൽ നോക്കി താഴോട്ട് എഴുതുക. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള എണ്ണങ്ങൾ അക്കത്തിലും അക്ഷരത്തിലുമൊക്കെ എഴുതാൻ എല്ലാവരും പഠിക്കണം കേട്ടോ പരീക്ഷയ്ക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് നമുക്ക് നന്നായി പരീക്ഷ എഴുതാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.